പിന്നെ ഇപ്പോൾ സമയം 5:45. ഇന്ന് രാവിലെ മുതൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അതായത് ഞാനിപ്പോൾ ഏതാണ്ടൊരു ചൊവ്വാഴ്ചയാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് മഞ്ഞാണ്. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ വയനാട്ടിലോട്ട് ഇപ്പോൾ വരാൻ താല്പര്യമുള്ളവർ വേഗം വരിക. നല്ല ക്ലൈമറ്റാണ്, ഫുൾ ടൈം മഞ്ഞ് കിട്ടും, നല്ല തണുപ്പാണ്, തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് പോട്ടെ, നമ്മളിന്ന് കാണാൻ പോകുന്ന ലാൻഡ് നമ്മളെ ബത്തേരി മുത്തങ്ങ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടിപൊളി ലാൻഡ്. ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഹൈവേൻ്റെ തൊട്ടടുത്താണ്, എന്നാൽ നല്ലൊരു ഗ്രാമപ്രദേശമാണ്. സെൻറ്റിന് 75,000 രൂപയാണ് വില, 60 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ ബാംഗ്ലൂരിലെ ഒരുപാട് ആൾക്കാർ ആ ഭാഗത്തൊക്കെ ലാൻഡ് നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കും പറ്റും, ഇനി എല്ലാവർക്കും പറ്റും. ഫോറസ്റ്റ് അടുത്താണ്, ഫോറസ്റ്റിൻ്റെ ഉപദ്രവമൊന്നുമില്ല കേട്ടോ, മൃഗങ്ങളെ ശല്യമൊന്നുമില്ല. പക്ഷേ മുത്തങ്ങ ഫോറസ്റ്റ് തൊട്ടടുത്താണ്. അപ്പോൾ എല്ലാ സൗകര്യമുള്ള നല്ലൊരു ലാൻഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് തോട്ടാമുല റോട്ടിലാണ്. അതായത് നാഷണൽ ഹൈവേന്ന് ഈ റോട്ടിലോട്ട് ഇങ്ങോട്ട് കയറി മുത്തങ്ങയിൽ ഇത് ബസ് റൂട്ടാണ്. ഈ റോഡിന് 50 മീറ്റർ പരിധിയിലാണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. അതായത് ബസ് റൂട്ടിൽ നിന്ന് ആകെ 50 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ ഫുള്ള് വയലുകളാട്ടോ. ഒരുപാട് വയലുകളുള്ള ഏരിയയാണ് ഈ മുത്തങ്ങ ഭാഗം. ഒരുപാട് നെൽകൃഷി ഇപ്പോഴും ഈ ചില ഏരിയയിലൊക്കെ വന്യമൃഗശല്യം ഉണ്ടെങ്കിൽ പോലും അവിടെയുള്ള നാട്ടുകാർ ആ റിസ്ക്കൊക്കെ ഏറ്റെടുത്ത് നന്നായിട്ട് നെൽകൃഷി ചെയ്യുന്നൊരു നാടാണ്. ഇവിടെ കാര്യമായിട്ട് വന്യമൃഗശല്യം ഒന്നുമില്ല. മുത്തങ്ങ ഫോറസ്റ്റൊക്കെ തൊട്ടടുത്താണ്, പക്ഷേ കാര്യമായിട്ട് വന്യമൃഗശല്യമില്ല. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, നമ്മൾ ലാൻഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭംഗി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് കംപ്ലീറ്റ് കാണാം. ഭയങ്കര രസമുള്ളൊരു ഏരിയ കേട്ടോ. ഫ്രണ്ടിൽ ഫുള്ള് വയലാണ്. വയലെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്ത് കിടക്കുന്നൊരു ലോങ് വ്യൂ, അത്രയും വയലുകളാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു 60 സെൻറ്റ്, അതിഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. നമുക്ക് എല്ലാ ഭൂമിയൊന്നും അങ്ങനെ കിട്ടാറില്ല. ജസ്റ്റ് ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇതാണ് നമ്മളെ വ്യൂ കേട്ടോ. ഈ ഒരു ഭംഗി എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഫീലാണ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ലാൻഡ് വരുന്നത്. ഇത് കരവയൽ എന്ന് പറയും, പക്ഷേ നമ്മൾ നികുതി അടയ്ക്കുന്നത് നിലമായിട്ടായിരിക്കും. കരവയൽ എന്നുള്ളൊരു പ്രയോഗം മറ്റേ നികുതി ചീട്ടിലുണ്ടാവില്ല. ഇതൊരു 10 സെൻറ്റ്, ഇതിൻ്റെ മേലെ 50 സെൻറ്റ്, ഈ കാണുന്ന 50 സെൻറ്റ്, അങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. ഇത് മറ്റേ തെങ്ങ് കവുങ്ങൊക്കെ ഉള്ള ഒരു കര പോലെ കിടക്കുന്ന ഒരു ലാൻഡാണ്. ഇതിനൊക്കെ ഒരു വില തന്നെയാണ് കേട്ടോ. ഇതിന് വില വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ വില നിങ്ങളിവിടെ വന്ന് മാർക്കറ്റ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറവാണ്. ഇതിൽ കൂടുതൽ വിലയാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. ടൂറിസം നന്നായിട്ട് നടക്കുന്നൊരു ഏരിയയാണ് ഈ മുത്തങ്ങ ഭാഗം. അതുകൊണ്ട് എല്ലാവരും നല്ല വില ചോദിക്കുന്നുണ്ട്, നല്ല ബിസിനസ്സും നടക്കുന്നുണ്ട്. ആ കാണുന്ന റോഡാട്ടോ, ആ റോഡ് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ലാൻഡിനോട് തൊട്ടടുത്ത് കൂടിയാട്ടോ പോകുന്നത്. അപ്പോൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ തൊട്ടടുത്താണ്. അതൊക്കെ ബേസ് ചെയ്തിട്ട് നല്ലൊരു ഹോം സ്റ്റേ വേണം ഇതിൽ ചെയ്യാം. ഇതിലെല്ലാ കൺസ്ട്രക്ഷൻ നടക്കുന്ന ലാൻഡാണ്. നമ്മളിപ്പോൾ നിലവിൽ ഈ കാപ്പിത്തോട്ടത്തിലാണ് ഉള്ളത്. നമ്മൾ ആ കവുങ്ങ് തോട്ടത്തിൻ്റെ തൊട്ട് മേലെയാണ് ഈ കാപ്പിത്തോട്ടം വരുന്നത്. ചേർന്ന് കിടക്കുന്ന ലാൻഡാണ്. ഇത് കുറച്ച് ഹൈറ്റിലാണ്, പക്ഷേ ലെവലാണ് കേട്ടോ. ഈ മുത്തങ്ങ ഭാഗത്ത് പിന്നെ പൊതുവേ മലയും കുന്നൊന്നും കാര്യമായിട്ടില്ല, അതുകൊണ്ട് ലെവൽ ലാൻഡുകളാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ് മനസ്സിലായിട്ടുണ്ടാവും. ആ താഴെ കിടക്കുന്ന 10 സെൻറ്റ്, അതിൻ്റെ അപ്പുറത്ത് റോഡ്, അതിൻ്റെ അപ്പുറത്ത് വയൽ. ഇതാണ് നമ്മളെ വ്യൂ കേട്ടോ. നമ്മളൊരു വീട് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും വ്യൂ. എന്തായാലും ഒരു 10, 20, 25 മീറ്ററോളം ആ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഈ മേലെ കാപ്പിത്തോട്ടം എത്തുമ്പോൾ കുറച്ചുകൂടെ വീതി കൂടുന്നുണ്ട്. അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നല്ല കാപ്പിത്തോട്ടമാണ്, അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഒരാൾക്ക് വീട് വെച്ച് താമസിക്കണമെങ്കിൽ തന്നെ നല്ലൊരു കാപ്പിത്തോട്ടമുണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലൊരു വരുമാനം കിട്ടും. അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പുറത്തപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർ 2-3 ഏക്കറുകളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നമ്മളതായ ഒരു പ്രൈവസി കിട്ടും. പിന്നെ ആകെ 50 മീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടാണ്, ബസ് സൗകര്യമുണ്ട്. പിന്നെ ഒരു 1-1.25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ആണ്. പിന്നെ ബാംഗ്ലൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമാണ്. ഇച്ചിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ കർണാടകയായി. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനും പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. കാപ്പിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല കാപ്പി കേട്ടോ. അതായത് ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം കാപ്പി ചെടീൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭൂമിയാണ്. അപ്പം ഇത് നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലാൻഡാണ്. സൈലൻ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പം ഞാൻ എൻ്റെ നമ്പറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം. നല്ല വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ്, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്കതൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് വരിക.
നമുക്ക് ലാൻഡ് നേരിട്ട് കാണുമ്പം അതൊരു വീടാട്ടോ ആ കാണുന്നത്. കുറച്ച് വിട്ടിട്ടാണ് വീടുകളുള്ളത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.